ഹലോ, ഇന്നൊരു മാങ്ങ അച്ചാറായാലോ? അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യണേ. നന്നായി കഴുകിയ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിയാം. അരിഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം വെള്ളം പോലും മാങ്ങയിൽ തൊടാൻ പാടില്ല. എങ്കിൽ മാങ്ങാക്കറി പെട്ടെന്ന് ചീത്തയായി പോവും. അരിഞ്ഞു വെച്ച മാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൈകൊണ്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നല്ലെണ്ണ ഒഴിച്ച് കടു വറുക്കാനിടാം. കടു കരിഞ്ഞു പോകാതെ നോക്കണം, എങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് മാറും. അതിലേക്ക് മാങ്ങാ കഷ്ണങ്ങളുടെ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ ഇടാം. ഇനി ഒരല്പം ഉലുവ ചേർക്കാം. ഉലുവ ഇൻസ്റ്റന്റ് ആകരുതേ, അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി തട്ടി വറുത്തെടുക്കാം. ഈ സമയം ഉറപ്പായും ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയം മാത്രം ഹൈ ഫ്ലെയിമിലാക്കാം. ഇനി അതിലേക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ട കായത്തിനേക്കാൾ നല്ലത് അച്ചാറിന് പൊടിക്കായമാണ്. ഈ കൂട്ട് തണുത്തതിന് ശേഷം മാത്രം മാങ്ങയിട്ട് ഇളക്കി എടുക്കാം. 8-10 മണിക്കൂറെങ്കിലും മാങ്ങാക്കറിയിൽ ഈ അരപ്പ് പിടിക്കാൻ വേണം. മാങ്ങാക്കറി ഉപയോഗിച്ചതിന് ശേഷം ഉറപ്പായി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം, അല്ലെങ്കിൽ മാങ്ങാക്കറി പെട്ടെന്ന് ചീത്തയായി പോകും. കുറച്ച് മാങ്ങാക്കറി മാത്രമാണെങ്കിൽ വിനീഗറിന്റെ ആവശ്യമില്ല. കൂടുതൽ മാങ്ങയുണ്ടെങ്കിൽ വിനീഗർ കൂടി ഉപയോഗിച്ച് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.